നമസ്കാരം. ഉത്തരഘോഷമങ്കെ ക്ഷേത്രം പോലെ ഇവിടെ പാദം പതിഞ്ഞാലേ മുക്തി എന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതും ഭൂലോക വൈകുണ്ഠം എന്ന് പ്രശസ്തിയുള്ളതിനാൽ സ്വർഗവാതിൽ ഇല്ലാത്തതും ദിവ്യദേശവുമായ ഒരു വിഷ്ണുക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമികു ശൗരിരാജ പെരുമാൾ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ നാഗപട്ടണം ജില്ലയിൽ തിരുപ്പുകലൂരിന് അരികിൽ തിരുക്കണ്ണപുരം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ശ്രീമൻ മഹാവിഷ്ണു നീലമേഘ പെരുമാൾ എന്ന നാമത്തിൽ ഭൂദേവി ശ്രീദേവി സമേതനായി ദർശനം തരുന്നു. ഭഗവാന്റെ ഉത്സവമൂർത്തി ശൗരിരാജ പെരുമാൾ ഭൂദേവി ശ്രീദേവി പത്മിനി ആണ്ടാൾ എന്നീ 4 ദേവിമാരോടൊപ്പം അനുഗ്രഹം ചൊരിയുന്നു. ശൗരിരാജ പെരുമാളുടെ തിരുനാമത്തിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നത്. കൃഷ്ണാരണ്യ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ പഞ്ചകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഇതും ഒന്ന്. പഞ്ചകൃഷ്ണ ക്ഷേത്രങ്ങൾ ഇവയാണ്: തിരുക്കണ്ണംകുടി, തിരുക്കണ്ണമങ്കെ, തിരുക്കണ്ണപുരം, കപിസ്ഥലം, തിരുക്കോവലൂർ. ക്ഷേത്രം, വനം, നദി, കടൽ, നഗരം, തീർത്ഥം, വിമാനം എന്നിങ്ങനെ 7 മികച്ചതായ ഈ സ്ഥലത്തിന് സപ്തപുണ്യ ക്ഷേത്രം എന്നും നാമമുണ്ട്. 108 ദിവ്യദേശങ്ങൾ അല്ലെങ്കിൽ 108 തിരുപ്പതികൾ എന്നറിയപ്പെടുന്ന പ്രശസ്ത വിഷ്ണുക്ഷേത്രങ്ങളിൽ 17ാമത്തെ ദിവ്യദേശമാണ് തിരുക്കണ്ണപുരം. പ്രശസ്ത വിഷ്ണുഭക്തരായ 12 ആഴ്വാറുകളിൽ തിരുമങ്കി ആഴ്വാർ 105ഉം നമ്മാഴ്വാർ 11ഉം കുലശേഖര ആഴ്വാർ 11ഉം പെരിയാഴ്വാർ 1ഉം ആണ്ടാൾ 1ഉം ബാസുരങ്ങൾ ഇവിടത്തെ ഭഗവാന് വേണ്ടി പാടിയിരിക്കുന്നു. 108 വൈഷ്ണവ സ്ഥലങ്ങളിൽ വടക്ക് തിരുവെങ്കിടം, തെക്ക് തിരുമാലിരുഞ്ചോലമല, തിരുവരങ്കം മേലവീട്, തിരുക്കണ്ണപുരം കീഴവീട് എന്നാണ് പറയുന്നത്. പെട്ടെന്ന് മോക്ഷം തരുന്ന ഭഗവാൻ ആരാണെന്ന് നൈമിഷാരണ്യം സന്ദർശിച്ച സൂത മഹർഷിയോട് നൈമിഷാരണ്യ മുനിമാർ ചോദിക്കെ അദ്ദേഹം തിരുക്കണ്ണപുരം ദിവ്യദേശത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: സ്വയംവ്യക്ത ക്ഷേത്രങ്ങളായ തിരുവേങ്കടം, ശ്രീമുഷ്ണം, തിരുവരങ്കം, വാനമാമലെ, മുക്തിനാഥ്, ബദ്രീനാഥ്, നൈമിഷാരണ്യം, പുഷ്കരം എന്നീ സ്ഥലങ്ങളിൽ ഓരോന്നിലും അഷ്ടാക്ഷര മന്ത്രത്തിന്റെ ഓരോ എഴുത്തുക്കളായി കുടികൊള്ളുന്ന ഭഗവാൻ മഹാവിഷ്ണു തിരുക്കണ്ണപുരത്തിൽ ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര എഴുത്തിൻ പൂർണ്ണമന്ത്ര സ്വരൂപമായി വിളങ്ങി മുക്തി തരുന്നു. ഈ ദിവ്യദേശത്തിൽ പാദം പതിഞ്ഞാലേ മോക്ഷം എന്നതിനാൽ ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് പ്രത്യേകം സ്വർഗവാതിലില്ല. 64 ചതുർയുഗങ്ങൾക്ക് മുമ്പുള്ളതാണ് ഇവിടത്തെ ഭഗവാൻ. വിഷ്ണു സഹസ്രനാമത്തിൽ 649ാമത് തിരുനാമമായി ചൊല്ലുന്ന ശൗരി എന്നത് ഈ ദിവ്യദേശത്തെ ശൗരിരാജ പെരുമാളെ കുറിക്കുന്നതാണ്. ശൗരി എന്ന വാക്കിന് മുടി, അഴക് എന്നല്ലാതെ യുഗങ്ങൾ തോറും അവതാരമെടുക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്. ഇവിടം അഷ്ടാക്ഷര മന്ത്രസിദ്ധി ക്ഷേത്രം എന്നും നാമമുണ്ടെന്ന് പറഞ്ഞ് സൂത മഹർഷി നിർത്തി. തിരുമങ്കയാഴ്വാർക്ക് ഭഗവാൻ അഷ്ടാക്ഷര മന്ത്രസിദ്ധി കൊടുത്ത സ്ഥലം തിരുക്കണ്ണപുരമാണ്. ഗരുഡദണ്ഡക മഹർഷിക്ക് ഭഗവാൻ ദർശനം കൊടുത്തതും ഇവിടെ വെച്ചാണ്. 108 ദിവ്യദേശങ്ങളിൽ നവഗ്രഹ സന്നിധിയുള്ള ദിവ്യദേശവും ഇതൊന്നു മാത്രമാണ്. വൃത്രാസുരനെ വധിച്ചതിനാൽ ബ്രഹ്മഹത്യാദോഷം ഏർപ്പെട്ട ദേവേന്ദ്രൻ ഇവിടെ നവഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് പെരുമാളെ പൂജിച്ച് ശാപം മാറ്റിയതായാണ് കഥ. രാവണവധത്തിന് ശേഷം അയോധ്യയ്ക്ക് പുറപ്പെട്ട ശ്രീരാമനെ പിരിയാൻ വിഭീഷണന് മനസ്സ് വന്നില്ല. അദ്ദേഹം ശ്രീരാമനെ ശ്രീരംഗത്തിൽ ശയനക്കോലത്തിൽ ദർശിച്ച ശേഷം ഭഗവാന്റെ നടക്കുന്ന രൂപം കാണണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഭഗവാൻ വിഭീഷണന് തന്റെ നടയഴകു കാണിച്ച സ്ഥലമാണ് തിരുക്കണ്ണപുരം. വിഭീഷണന് ക്ഷേത്രത്തിൽ സന്നിധിയുണ്ടെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ദർശനം കിട്ടിയത് ഒരു അമാവാസി ദിനത്തിലാണെന്ന ഐതിഹ്യത്താൽ എല്ലാ അമാവാസിക്കും ഭഗവാൻ ശിവേലി പുറപ്പെട്ട് വിഭീഷണന്റെ സന്നിധിക്ക് മുന്നിൽ ദർശനം കൊടുത്ത് മടങ്ങുന്ന വൈഭവം ക്ഷേത്രത്തിൽ നടക്കുന്നു. ഈ പ്രദേശം മുമ്പ് ദണ്ഡകാരണ്യം എന്ന കാടിന്റെ ഭാഗമായിരുന്നെന്നും പിന്നീട് ഉപരിസരവസു മന്നനാൽ ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ട് തിരുകൃഷ്ണപുരം എന്നും പിന്നീട് തിരുക്കണ്ണപുരം എന്നുമായി മാറി എന്നാണ് ചരിത്രം. ഉപരിസരവസു മന്നൻ അരയർകുല രാജാവായിരുന്നു എന്നും ചില പുരാണങ്ങളിൽ പരാമർശമുണ്ട്. തിരുക്കണ്ണപുരം ശൗരിരാജ പെരുമാൾ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ പലതാണ്. പണ്ടൊരു കാലത്ത് ചില മുനിമാർ ഇവിടത്തെ പെരുമാളെ ധ്യാനിച്ച് കൊടും തപസ്സിരുന്നു. ആഹാരം, ജലം, ഉറക്കം ഒന്നുമില്ലാതെ അവർ ക്ഷീണിച്ച് നെൽക്കതിരു പോലെയായി. ആ സമയം പടയോടൊപ്പം അതുവഴി വരികയായിരുന്ന ഉപരിസരവസു മന്നൻ പടയാളികൾക്ക് ആഹാരത്തിനായി മഹർഷിമാരാണെന്നറിയാതെ നെൽക്കതിരുകളെ അരിയാൻ പുറപ്പെട്ടു. മുനിമാർ ഭഗവാൻ മഹാവിഷ്ണുവിനോട് അലമുറിയിട്ടു. ഭഗവാൻ ഒരു ബാലന്റെ രൂപത്തിലെത്തി മന്നനോട് പോരിനുപോയി. തന്റെ വിദ്യകളൊന്നും ബാലനോട് ഫലിക്കാതായപ്പോൾ മന്നൻ അഷ്ടാക്ഷര മന്ത്രം പ്രയോഗിച്ചു. അപ്പോൾ ആ മന്ത്രദേവത കുട്ടിയുടെ കാൽക്കൽ ശരണമടഞ്ഞു. ഭഗവാനിൽ നിന്നും അഷ്ടാക്ഷര മന്ത്രം സിദ്ധിച്ചയാളാണ് ഉപരിസരവസു മന്നൻ. അതോടെ ബാലൻ നിസാരക്കാരനല്ലെന്ന് മനസ്സിലാക്കി മന്നൻ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചതും ബാലൻ അപ്രദർശ്യമായി. പകരം ഭഗവാൻ മഹാവിഷ്ണു മേഘത്തിലിരുന്ന് ദർശനം കൊടുത്തതിനാൽ ഇവിടെ ഭഗവാന്റെ നാമം നീലമേഘ പെരുമാൾ എന്നായി. ഉപരിസരവസു മന്നന്റെ മകൾ പത്മിനിയെ മന്നൻ ഭഗവാന് വിവാഹം ചെയ്തു കൊടുത്തു. മന്നന്റെ അഭ്യർത്ഥന പ്രകാരം ഭഗവാൻ ഇവിടെ കുടികൊണ്ടു എന്നും ഉപരിസരവസു മന്നൻ വിശ്വകർമാവിനെ വിളിച്ച് ഭഗവാന് ഇവിടെ കോവിൽ നിർമ്മിച്ചു എന്നുമാണ് കഥ. ബ്രഹ്മോത്സവം വൈകാശിയിൽ നടക്കുമ്പോൾ വൈകാശി അനിഴ നക്ഷത്രത്തിൽ മന്നൻ മകളെ വിവാഹം കഴിച്ചു കൊടുത്ത ഐതിഹ്യത്തിൽ ക്ഷേത്രത്തിൽ തിരുക്കല്യാണ ഉത്സവം നടത്തുന്നു. മാസിമകം പൗർണമിയിൽ തിരുമലരായൻ പട്ടണം കടൽക്കരയിൽ ഭഗവാൻ തീർത്ഥനീരാട്ടിനെത്തുന്ന ചടങ്ങുണ്ട്. അന്നേരം ഭഗവാന്റെ പല്ലക്ക് മുക്കുവരാണ് ചുമക്കുന്നത്. പെൺവീട്ടുകാർക്ക് വെറ്റില, പാക്ക്, തുളസിമാലയോടുകൂടി 10 ദോശയും പ്രസാദമായി കൊടുക്കുന്ന ചടങ്ങുണ്ട്. ഈ ഉത്സവത്തിന്റെ 3 നാൾ മുക്കുവർ മാംസാഹാരം ഉപേക്ഷിക്കും എന്നാണ് പറയുന്നത്.
അവർ ഭഗവാനെ തങ്ങളുടെ മരുമകൻ എന്നർത്ഥത്തിൽ മാപ്പിളെ സ്വാമി എന്ന് വിളിച്ച് വരവേൽക്കുന്നു. മാസിമാസം പൗർണമിയിൽ ഭഗവാൻ ഗരുഡന് ദർശനം കൊടുക്കുന്ന വൈഭവം കടൽക്കരയിൽ നടക്കുന്നു. ഇതിനു പിന്നിലൊരു ഐതിഹ്യമുണ്ട്. തന്റെ മാതാവിന്റെ സ്വാതന്ത്ര്യത്തിനായി ഗരുഡൻ പാൽക്കടലിൽ നിന്നും അമൃത് കൊണ്ടുപോകുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടാത്ത സൗഭാഗ്യം തനിക്ക് കിട്ടിയല്ലോ എന്നോർത്ത് സ്വയം ഗർവുണ്ടായി. ഗർവോടെ തിരുക്കണ്ണപുരം ക്ഷേത്രവിമാനത്തിന് മുകളിലൂടെ പറക്കുമ്പോൾ ഗരുഡന്റെ ശക്തി ക്ഷയിച്ച് കടലിൽ വീണു. തന്റെ തെറ്റ് മനസ്സിലാക്കിയ ഗരുഡൻ കടലിനുള്ളിൽ മൈനാകപർവ്വതത്തിൽ തപസിരുന്നു. മനസ്സലിഞ്ഞ മഹാവിഷ്ണു ഗരുഡന് ദർശനം കൊടുത്ത് ശക്തികൾ തിരിച്ചുകൊടുത്ത് തന്റെ വാഹനമാക്കി. അതോടെ ഗരുഡൻ ഗരുഡാഴ്വാറായി. ഈ ക്ഷേത്രത്തിലെ ഉത്സവമൂർത്തി ശൗരിരാജ പെരുമാളെ കുറിച്ചുള്ള പ്രധാന ഐതിഹ്യം ഇങ്ങനെയാണ്. മുമ്പുകാലത്ത് സാധാരണയായി കോവിൽ നിർമ്മിച്ച മന്നന്റെ അരമനയിൽ നിന്ന് ദിനവും കോവിലിലേക്ക് ഭഗവാന് ചാർത്താൻ പൂമാല കൊടുത്തുവിടുന്ന പതിവുണ്ട്. പൂജ കഴിഞ്ഞ് പൂമാല മന്നന്റെ അരമനയിലേക്ക് തിരിച്ചും കൊടുത്തുവിടും. അങ്ങനെയിരിക്കെ ഒരു നാൾ അരമനയിൽ നിന്ന് പൂമാല എത്താൻ വൈകിയപ്പോൾ പൂജാരി തന്റെ ഭാര്യ കെട്ടിയ പൂമാല ഭഗവാന് ചാർത്തി. കുറച്ചു നേരം കഴിഞ്ഞ് ആകസ്മികമായി മന്നൻ കോവിലിലെത്തിയപ്പോൾ ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തിയ മാല പൂജാരി രാജാവിന് കൊടുത്തു. പൂമാലയിൽ ഒരു നീണ്ട മുടിയിഴ കണ്ട മന്നൻ കോപത്തോടെ കാരണമന്വേഷിച്ചപ്പോൾ പൂജാരി അത് ഭഗവാന്റെ മുടിയിഴയായിരിക്കും എന്ന് പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെട്ടു. പിറ്റേന്ന് അത് പരിശോധിക്കാൻ എത്തുമെന്ന് രാജാവ് അറിയിച്ചു. അന്ന് രാത്രി പൂജാരി ഭഗവാന്റെ കാൽക്കൽ വീണ് തന്നെ രക്ഷിക്കണം എന്ന് കേണപേക്ഷിച്ചു. പിറ്റേന്ന് രാജാവ് വന്നപ്പോഴതാ ഭഗവാന്റെ ശിരസിൽ മുടി. ഇത് കണ്ട രാജാവ് ഇത് ശൗരി അതായത് തിരുപ്പൻ മുടിയായിരിക്കുമോ എന്ന് സംശയിച്ചു. ഉടനെ പൂജാരി ഭഗവാന്റെ ഒരു മുടിയിഴ പറിച്ചെടുത്തപ്പോൾ ഒരു തുള്ളി രക്തം പൊടിഞ്ഞു എന്നും രാജാവ് ഭഗവാന് മുടിയുണ്ടെന്ന് സമ്മതിച്ച് തിരിച്ചുപോയി എന്നുമാണ് കഥ. അന്നു മുതൽ ഉത്സവമൂർത്തിക്ക് ശൗരിമുടിയോടെയാണ് അലങ്കാരം ചെയ്യുന്നത്. അമാവാസി ശിവേലിക്ക് മാത്രമേ നമുക്ക് ഭഗവാന്റെ മുടി ദർശിക്കാനാവൂ. ശൗരിരാജ പെരുമാളുടെ വലതു പുരുകത്തിന് മുകളിൽ ഒരു തഴമ്പുണ്ട്. അതിന് പറയുന്ന കാരണം ഇതാണ്. വിദേശ പടയെടുപ്പിന്റെ കാലത്ത് കോവിലിന്റെ തിരുമതിലുകൾ തകർത്തുകൊണ്ട് വിദേശപ്പട വന്നപ്പോൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അരയന്മാരിലൊരാൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഭഗവാൻ അനങ്ങാതെയിരിക്കുകയാണോ എന്ന് ചോദിച്ച് കയ്യിലിരുന്ന താളമെടുത്ത് വലിച്ചെറിഞ്ഞു. അത് ശൗരിരാജ പെരുമാളുടെ നെറ്റിയിൽ കൊണ്ടെന്നും ഭഗവാൻ പോയി പടയെ തുരത്തിയെന്നുമാണ് കഥ. ഇവിടുത്തെ ക്ഷേത്രതീർത്ഥമായ നിത്യപുഷ്കരണിയിൽ ഉത്തരായണകാലത്തിന്റെ തുടക്കത്തിൽ 3 ദിവസത്തിൽ പുണ്യനദികളെല്ലാം തങ്ങളുടെ പാപം കളയാൻ എത്തുന്നു എന്നാണ് വിശ്വാസം. പഴനി പഞ്ചാമൃതം, തിരുപ്പതി ലഡ്ഡു പോലെ ഇവിടെയുള്ള മുനിയോദരൻ പൊങ്കലും പ്രസിദ്ധമാണ്. ഇതിനു പിന്നിലെ ഐതിഹ്യം ഇങ്ങനെ. മുനിയോദരൻ ഒരു ചെറുനാട്ടുരാജാവാണ്. തീവ്ര വിഷ്ണുഭക്തനായ അദ്ദേഹം എന്നും ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഭക്ഷണം മനസാ ഭഗവാന് നിവേദിച്ച ശേഷമേ കഴിക്കൂ. അദ്ദേഹം നികുതിയായി ശേഖരിച്ച പണമെല്ലാം ഭഗവത് സേവയ്ക്ക് ഉപയോഗിച്ചു. കപ്പം കെട്ടാൻ പൈസയില്ലാതായപ്പോൾ മന്നൻ അയാളെ തുറുങ്കിലടയ്ക്കാൻ ഉത്തരവിട്ടു. മുനിയോദരൻ ഭഗവാന്റെ സന്നിധിയിലെത്തി 5 ദിവസത്തിനുള്ളിൽ തടങ്കലിൽ നിന്ന് മോചിപ്പിച്ചില്ലെങ്കിൽ തീയിൽ ചാടി ആത്മഹത്യ ചെയ്യും എന്ന് ഭഗവാനോട് പറഞ്ഞ് തടവറയിലേക്ക് പോയി. ഭഗവാൻ മന്നന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് മുനിയോദരനെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടു. തടവറയിൽ നിന്നിറങ്ങിയ മുനിയോദരൻ വീട്ടിലെത്തി. അന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ഭക്ഷണത്തിന് പൊങ്കലാണ് തയ്യാറാക്കിയിരുന്നത്. എപ്പോഴത്തെയും പോലെ മുനിയോദരൻ മനസാ ഭഗവാന് പൊങ്കൽ നിവേദിച്ച ശേഷം ഭക്ഷണം കഴിച്ചു. പിറ്റേന്ന് ക്ഷേത്രത്തിലെ കരുവറ തുറന്ന പൂജാരിമാർ കണ്ടത് ഭഗവാന്റെ ചുണ്ടുകളിൽ പറ്റിപ്പിടിച്ച പൊങ്കൽ അവശിഷ്ടങ്ങളാണ്. അന്നു മുതൽ ക്ഷേത്രത്തിൽ രാത്രി പൂജയിൽ ജീരകവും കുരുമുളകും ചേർക്കാതെ പ്രത്യേക രീതിയിൽ തയ്യാറാക്കുന്ന മുനിയോദരൻ പൊങ്കലാണ് ഭഗവാന് നിവേദിക്കുന്നത്. ക്ഷേത്രത്തിൽ മുനിയോദരന് സന്നിധിയുമുണ്ട്. 2000 വർഷത്തോളം പഴക്കം കണക്കാക്കപ്പെടുന്ന 7 നില രാജഗോപുരത്തോടെ കിഴക്ക് ദർശനമായുള്ള അതിപുരാതനമായ ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിന്റെ മുൻവശത്തായി നിത്യപുഷ്കരണി, കരയിൽ ആഞ്ജനേയർ സന്നിധി. ക്ഷിപ്രപ്രസാദിയാണ് ഈ ആഞ്ജനേയർ എന്നാണ് പറയുന്നത്. ഈ പുഷ്കരണിയുടെ 9 പടിത്തുറയിലും നീരാടിയാൽ 90 ദിവസത്തിനുള്ളിൽ സന്താനഭാഗ്യം എന്നാണ് വിശ്വാസം. ബലിപീഠം ധ്വജസ്തംഭം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ പ്രധാന സന്നിധിയിൽ ഉത്പലാവത വിമാനത്തിന് കീഴിൽ മൂലവർ ഭഗവാൻ മഹാവിഷ്ണു ഭൂദേവി ശ്രീദേവി സമേതനായി ഒരു കൈ പ്രയോഗചക്രം പ്രയോഗിക്കാനെന്ന പോലെയും മറുകൈ ദാനം സ്വീകരിക്കുന്നത് പോലെയും നീലമേഘ പെരുമാൾ എന്ന നാമത്തിൽ കിഴക്ക് ദർശനമായി നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. പ്രത്യക്ഷം ഗരുഡൻ. ഭഗവാൻ ഉപരിസരവസു മന്നന്റെ മകൾ പത്മിനിയെ കന്യാദാനം സ്വീകരിക്കാൻ നീട്ടിയ കൈയാണിതെന്നും അതല്ല ഭക്തരുടെ പാപങ്ങളെ ഭഗവാൻ സ്വീകരിക്കാനാണ് കൈനീട്ടിയിരിക്കുന്നതെന്നും വിശ്വാസമുണ്ട്. ഭഗവാന്റെ വിമാനം പ്രകാരത്തെ വലം വരുമ്പോൾ അത്ര പെട്ടെന്ന് കാണാനാവാത്ത വിധം മതിൽ ഉയർത്തിക്കെട്ടി മറച്ചിരിക്കുന്നു. അതിന് കാരണമായി പറയുന്നത് മുനിമാർ ഇപ്പോഴും വിമാനത്തിൽ ഭഗവാനെ തപസ് ചെയ്യുന്നു എന്നതാണ്. ദേവി ശ്രീ മഹാലക്ഷ്മി തിരുക്കണ്ണപുര നായികി എന്ന നാമത്തിൽ തനിക്കോവിലിൽ നിലകൊള്ളുന്നു. വിവാഹഭാഗ്യത്തിന് ഭക്തർ ദേവിക്ക് വസ്ത്രം ചാർത്തി പ്രാർത്ഥിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ ശ്രീരാമൻ, സീത, ലക്ഷ്മണൻ, സേന മുതലിയാർ, നാദമുനി, ഉപരിസരവസു മന്നൻ, ആഴ്വാർമാർ, ആചാര്യന്മാർ, ആഞ്ജനേയർ, നർത്തനകൃഷ്ണൻ, തിരുമങ്കയാഴ്വാർ, വിഭീഷണൻ, പക്ഷിരാജൻ എന്നിങ്ങനെ കുറച്ച് ഉപസന്നിധികളുമുണ്ട്. വൈകാനസ ആഗമവിധി പ്രകാരമുള്ള 2 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. വൈകാശി ബ്രഹ്മോത്സവം, മാസിമകം, അമാവാസി, പൗർണമി, വൈകുണ്ഠ ഏകാദശി, പുരട്ടാസി ശനിയാഴ്ചകൾ എന്നിവയും ക്ഷേത്രത്തിൽ പ്രധാന ദിവസങ്ങളായി കൊണ്ടാടുന്നു. പൂജാ സമയം രാവിലെ 6 മണി മുതൽ 11 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ
നന്നിലത്ത് നിന്ന് 12 കിലോമീറ്റർ, തിരുപ്പുഗലൂരിൽ നിന്ന് 2 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നന്നിലം, നാഗപട്ടണം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.